ഭഗവതേ വാസുദേവായ. രാസക്രീഡ. കൊച്ചുമക്കളെ, നിങ്ങൾക്കിന്ന് കഥ കേൾക്കണ്ടേ? വേണം, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. മുത്തശ്ശി ഇന്ന് ഏത് കഥയാണ് പറയുന്നത്? മുത്തശ്ശി കഥ തുടങ്ങൂ. ഇന്ന് രാസക്രീഡയാണ് പറയുന്നത്. എന്താ, കൃഷ്ണന്റെ രാസക്രീഡ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമല്ലേ? ഞങ്ങൾക്കിഷ്ടാണ്. മുത്തശ്ശി കഥ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ശരി, പറയാം. കൃഷ്ണനും രാധയും ഗോപികമാരുമെല്ലാം കോകിലവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണനെ പെട്ടെന്ന് കാണാതായി. എവിടെ പോയെന്നറിയില്ല. ഗോപികമാർക്കും രാധയ്ക്കും വല്ലാത്ത സങ്കടമായി. അവർ കൃഷ്ണനെ കണ്ടുകിട്ടാൻ വേണ്ടി കൃഷ്ണന്റെ ഗുണഗണങ്ങളെ പറ്റി പാടി സ്തുതിച്ചുകൊണ്ട് കാട്ടിലെല്ലാം തിരഞ്ഞു നടക്കാൻ തുടങ്ങി. ലോകാഭിരാമ ജനഭൂഷണ വിശ്വദീപ കന്ദർപ്പമോഹന ജഗൻവൃജനാർത്തിഹാരിൻ ആനന്ദകന്ദ യദുനന്ദന നന്ദസൂനോ സ്വച്ഛന്ദ പത്മമകരന്ദ നമോ നമസ്തേ. ശ്രീരാധികാവദന പങ്കജഷൽപദസ്തം ശ്രീരാധികാവദന ചന്ദ്രചകോരരൂപ ശ്രീരാധികാ ഹൃദയ സുന്ദര ചന്ദ്രഹാര ശ്രീരാധികാ മധുരതാ കുസുമം കരോസി. സൗദാസരാജമഹിഷീമിരഹാദതീവ ജാതം സഹസ്രഗുണിതം നളപട്ടരാജ്ഞാ തസ്മത്തു കോടിഗണിതം ജനകാത്മജായാത് തസ്മാദനന്തമതിദുഃഖമലം ഹരേന. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലതാ ഒരാൾ നീലകാർമേഘം പോലുള്ള മുടിയും മിന്നുന്ന കിരീടവും കുണ്ടലങ്ങളും പിന്നെ കൗസ്തുഭം, തോൾവള ഇങ്ങനെയുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് കൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു. ഗോപികമാർക്കെല്ലാം ആശ്ചര്യമായി. അപ്പോൾ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിക്കാൻ തുടങ്ങി. ഗോപികമാരെല്ലാം പാട്ടുപാടി നൃത്തം വയ്ക്കാൻ തുടങ്ങി. കൃഷ്ണൻ രാധയുടെ കൂടെ നൃത്തമാടാൻ തുടങ്ങി. ഗോപികമാർക്ക് അതത്ര ഇഷ്ടമായില്ല. കൃഷ്ണൻ രാധയുടേത് മാത്രമാണോ? ഞങ്ങളും കൃഷ്ണനെ സ്നേഹിക്കുന്നവരല്ലേ, ഞങ്ങളുടെ കൂടെയും കൃഷ്ണൻ നൃത്തം വയ്ക്കണം എന്ന് മനസ്സിൽ ഓരോ ഗോപികമാരും വിചാരിച്ചു. കൃഷ്ണന് അത് മനസ്സിലായി. കൃഷ്ണൻ എന്തു ചെയ്തെന്നറിയണ്ടേ? എത്ര ഗോപികമാരുണ്ടോ അത്രയും കൃഷ്ണനും ഉണ്ടായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. നൃത്തം ചവിട്ടി ക്ഷീണിതരായപ്പോൾ കളി നിർത്തി. നോക്കിയപ്പോൾ കൃഷ്ണൻ ഒരാളേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു, കൃഷ്ണൻ എൻ്റെ കൂടെയാണ് കളിച്ചത് എന്ന്. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നു. പിന്നീട് ഗോപികമാർ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെ വിട്ട് നീ എവിടേക്കാണ് പോയത് എന്ന്. ഗോപികമാരുടെ ചോദ്യം കേട്ടപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. കൃഷ്ണൻ എന്താണ് പറഞ്ഞത് മുത്തശ്ശി? നല്ല രസമുണ്ട് കേൾക്കാൻ, വേഗം പറയൂ. എന്നാൽ കേട്ടോളൂ. പുഷ്കരത്തിൽ ഹംസൻ എന്ന മഹാമുനി എന്നോടുള്ള അതീവ ഭക്തിയോടെ സമുദ്രത്തിനടിത്തട്ടിൽ വളരെ വർഷങ്ങളായി മഹാതപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പൗണ്ഡ്രകൻ എന്ന രാക്ഷസൻ വലിയ മത്സ്യമായി വന്ന് ഹംസമുനിയെ പിടിച്ചു. ആ ഹംസമുനിയുടെ കഷ്ടം തീർക്കാനായിട്ട് ഞാൻ അവിടേക്ക് പോയതാണ്. അങ്ങനെ മത്സ്യത്തിൽ നിന്ന് ഹംസമുനിയെ വിടുവിച്ചു. അപ്പോൾ മത്സ്യം രാക്ഷസനായി. കൃഷ്ണൻ രാക്ഷസന്റെ തല വെട്ടിമാറ്റി മുനിയെ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നീട് ഞാൻ ശ്വേതദ്വീപിലേക്ക് പോയി. പാൽക്കടലിൽ അനന്തന്റെ മേൽ കുറച്ചു നേരം വിശ്രമിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും സങ്കടപ്പെട്ട് എന്നെ തിരഞ്ഞു നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വിശ്രമം മതിയാക്കി ഞാൻ ഇവിടേക്ക് വന്നു.
ഞാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. ഇത് കേട്ടപ്പോൾ ഗോപികമാർ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പ്രഭോ, അങ്ങേക്ക് ഞങ്ങളിൽ പ്രീതിയുണ്ടെങ്കിൽ അങ്ങ് പാലാഴിയിൽ ശേഷനുമേൽ ഏത് രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾക്ക് ദർശനം നൽകുവാൻ കരുണയുണ്ടാകണം എന്ന്. ഭഗവാൻ ആവാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ മായ കൊണ്ട് ഒരു ക്ഷീരസാഗരം തീർത്തു. ക്ഷീരസാഗരത്തിൽ മന്ദമായടിക്കുന്ന തിരകൾ, അതിൽ ദിവ്യരത്നങ്ങൾ, അതിനു മുകളിൽ ശേഷനാഗം കിടക്ക പോലെ കിടക്കുകയാണ്. സഹസ്രഭണങ്ങളും ഒരു കുടയായി നിൽക്കുകയാണ്. ആ ശേഷന്റെ മുകളിൽ 8 കൈകളോട് കൂടിയ ഭഗവാൻ കിടക്കുകയാണ്. ലക്ഷ്മീ രൂപിയായി വന്ന രാധ പാദസേവ ചെയ്തുകൊണ്ട് അടുത്തിരിക്കുകയാണ്. അങ്ങനെ ഗോപികമാർക്ക് കൃഷ്ണൻ അവർ ആവശ്യപ്പെട്ട പ്രകാരം ദർശനം നൽകി. അത് കണ്ടപ്പോൾ ഗോപികമാരെല്ലാം അത്ഭുതപ്പെട്ട് തരിച്ചു നിന്നുപോയി. ഗോപികമാർക്ക് ദർശനം കൊടുത്ത ആ സ്ഥലം പിന്നീട് ഒരു പുണ്യക്ഷേത്രമായി തീർന്നു. ഗോപികമാർക്ക് വളരെയധികം സന്തോഷമായി. പിന്നീട് മായ കൊണ്ട് നിർമ്മിച്ചതെല്ലാം മായ കൊണ്ട് തന്നെ കൃഷ്ണൻ ഇല്ലാതാക്കി. അവിടെ നിന്ന് എല്ലാവരും യമുനയിലേക്കെത്തി. എല്ലാവരും കാളിന്തിയിലിറങ്ങി കളിക്കാൻ തുടങ്ങി. രാധയുടെ പത്മവും വസ്ത്രവും കൃഷ്ണൻ കവർന്നെടുത്തു. രാധ വിട്ടുകൊടുക്കുമോ? കൃഷ്ണന്റെ മഞ്ഞപ്പട്ടും ഓടക്കുഴലും രാധയും എടുത്തു. കൃഷ്ണന് ഓടക്കുഴലില്ലെങ്കിൽ വലിയ സങ്കടമാണ്. രാധയോട് ഓടക്കുഴൽ ആവശ്യപ്പെട്ടു. അപ്പോൾ രാധ അവളുടെ വസ്ത്രവും പത്മവും തന്നാൽ നിന്റെ ഓടക്കുഴൽ തരാമെന്ന് പറഞ്ഞു. കൃഷ്ണൻ രാധയ്ക്ക് വസ്ത്രവും പത്മവും തിരികെ കൊടുത്തു. അതുപോലെ രാധയും ഓടക്കുഴലും മഞ്ഞപ്പട്ടും തിരികെ കൊടുത്തു. അങ്ങനെ ജലക്രീഡ കഴിഞ്ഞ് കരയ്ക്ക് കയറി കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങി. പിന്നീട് അവർ ഭാണ്ഡീരവനത്തിലേക്ക് പോയി. രാധയും ഗോപികമാരും ചേർന്ന് പൂക്കളെ കൊണ്ടും ഇലകളെ കൊണ്ടും അലങ്കാര വസ്തുക്കളുണ്ടാക്കി കൃഷ്ണന് ചാർത്തി. രാധ കൃഷ്ണന്റെ കൂടെ ശൃംഗരിച്ചിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഇനി അടുത്ത ദിവസം പറയാം മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സർവം കൃഷ്ണാർപ്പണമസ്തു.